നിലനിൽക്കുന്ന സംസ്കാരത്തിന്റെ മണ്ഡലത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഏർപ്പെടലുകളെയും അതിന്റെ വിലാപങ്ങളെയും തിരസ്കരിച്ചുകൊണ്ടാണ് പുതിയ എഴുത്ത് നിലനിൽക്കുന്നത് എന്നുള്ളത് സ്റ്റാറുകളെയോ ഇന്ന് എഴുത്തിൽ കണ്ടെത്താൻ കഴിയില്ല. അത്രമാത്രം ജനാധിപത്യവൽക്കരിക്കപ്പെട്ട ഒരു സംഘടനത്തിന്റെ ആടുകളുടെ റിപ്പബ്ലിക് എന്നുള്ളതാണ് വസ്തുത. ആടുകളുടെ റിപ്പബ്ലിക് വായിച്ചായ ഒരു സാഹിത്യ ഫോം വലിയൊരു ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഔട്ടിയാത്ത ആടുകളുടെ റിപ്പബ്ലിക് ഈ നോവലിൽ സ്ഥാപിക്കുന്നത്. അത് 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 ഒരു അനുഭവത്തിൽ നിന്ന് നാം കാണേണ്ട ഒരു കാര്യമാണ്. ഇതിൽ നിരന്തരമായ ഇത്തരം പൊതുബോധങ്ങളെ പൊതുമണ്ഡലങ്ങളിൽ നടക്കുന്ന സാംസ്കാരികമായ ചില പിൻവലികളെ പുതിയ എഴുത്തുകളിൽ, പുതിയ ഈയാവളപട്ടണം പോലെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെ എഴുത്തുകളിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ആടുകളുടെ റിപ്പബ്ലിക് നിലനിൽക്കുന്നത് ആടുകളുടെ റിപ്പബ്ലിക്കിന് പുസ്തകം പ്രകാശിതമാകുമ്പോൾ ഒരുപക്ഷെ നമുക്കറിയാവുന്ന എത്രയോ അനുഭവങ്ങളുടെ ലോകവും അതോടൊപ്പം പ്രകാശിതമാകും. എന്നാൽ അതിനൊരു മറുപുറമുണ്ട്. ചിലതൊക്കെ പ്രകാശിതമാകുമ്പോൾ ചിലതൊക്കെ ഇരുട്ടിലേക്ക് പതുങ്ങി നിൽക്കും. അതുകൊണ്ട് ഓരോ പുസ്തകത്തിൻ്റെ പ്രകാശനവും ആ പുസ്തകത്തിൻ്റെ തന്നെ മുമ്പിൽ ഒരു വെല്ലുവിളി ഉയർത്തും. ഓരോ പരിചയങ്ങളും പരിചിതമല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് പ്രചോദനങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ. അതുകൊണ്ട് തീർച്ചയായിട്ടും ആടുകളുടെ റിപ്പബ്ലിക് എന്ന ഈയാവളപട്ടണത്തിൻ്റെ പുസ്തകം ഒരു പ്രതീക്ഷയും ഒരു പ്രചോദനവും ഒരു വെല്ലുവിളിയും ഒരു അസ്വസ്ഥതയും ഒരു ആശങ്കയും എല്ലാം കൂടി ചേർന്ന അനുഭവത്തിൻ്റെ സങ്കീർണമായ ഒരു ലോകമാണ്. അതിനെ ഏതെങ്കിലും സമവാക്യങ്ങളിലേക്ക് ചുരുക്കാനാവില്ല. ഒരു രചന സമവാക്യങ്ങളിലേക്ക് എളുപ്പം ചുരുക്കപ്പെടുമ്പോൾ അതിലെ സർഗാത്മകത ബലഹീനമാണ് എന്ന് മാത്രമാണ് അർത്ഥം. അതുകൊണ്ട് ഈ ആടുകളുടെ റിപ്പബ്ലിക് വളരെ എളുപ്പം ചുരുക്കാനാവില്ല. നാം ചുരുക്കാൻ ശ്രമിക്കുന്നതോറും നാം അതിനെ ഒതുക്കി പറയാം എന്ന് വിചാരിക്കുന്നതോടുകൂടി അത് നമ്മോട് വിട പറഞ്ഞിരിക്കും. അതുകൊണ്ട് ഈ കാലത്തെ, പ്രത്യേകിച്ചും ആഗോളവൽക്കരണാനന്തര കാലത്തിനെതിരെയുള്ള സർഗാത്മകമായൊരു കുറ്റപത്രം എന്ന അർത്ഥത്തിൽ മലയാളത്തിലെ ശ്രദ്ധേയമായ രചനകളിൽ ഒന്നാണ് ഈയയുടെ ആടുകളുടെ റിപ്പബ്ലിക് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. ഒരു പക്ഷേ അടുത്ത കാലത്ത് ചിന്താ പബ്ലിഷേഴ്സ് പുറത്തിറക്കുന്ന പുസ്തകങ്ങളുടെ വൈവിധ്യം അതും ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കപ്പെടേണ്ടതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം മുമ്പത്തേതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പ്രത്യേകിച്ചും സർഗാത്മക രചനകളുടെ ഒരു ലോകത്തിൽ വളരെ കൂടുതൽ വ്യത്യസ്തതകൾ അവതരിപ്പിക്കുന്ന ഒരു പ്രസാധന കുതിപ്പ് ചിന്തയുടെ പുസ്തക പ്രസാധന മണ്ഡലത്തിൽ ഇപ്പോൾ കാണാൻ പറ്റും. ഒരുപക്ഷെ വളരെ വൈവിധ്യപൂർണമായ പുസ്തകങ്ങളാണ്. അക്കൂട്ടത്തിലൊരു പുസ്തകമാണ്. ഈ പുസ്തകത്തെക്കുറിച്ച് വളരെ വിശദമായുള്ളൊരു വിശകലനം ഒരു പക്ഷേ ഈ പുസ്തകം പ്രകാശിപ്പിക്കപ്പെടുന്ന ഈ സമയത്തേക്കാൾ ആവശ്യമായി തീരുന്നത് പുസ്തകം വായിക്കപ്പെട്ടതിന് ശേഷം, വിപുലമായി വായിക്കപ്പെട്ടതിന് ശേഷം പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു സംവാദത്തിലാണ്. പക്ഷേ മനുഷ്യരെക്കുറിച്ചുള്ള ചില പ്രാഥമിക നിരീക്ഷണങ്ങൾ നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ രാജേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ നമുക്കൊരിക്കലും സത്യത്തിൻ്റേത് മാത്രമായൊരു ലോകത്ത് ജീവിച്ചുകൊണ്ട്, യാഥാർത്ഥ്യത്തിൻ്റേത് മാത്രമായൊരു ലോകത്ത് ജീവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ആവിഷ്കരിക്കാൻ പറ്റില്ല. മുമ്പ് മാധവിക്കുട്ടി സൂചിപ്പിച്ച പോലെ ഒരു കാല് സത്യത്തിലും ഒരു കാല് സങ്കല്പത്തിലും ചവിട്ടുമ്പോഴാണ് നമ്മുടെ സമതുലിതാവസ്ഥ. മറിച്ച് വെറും സങ്കല്പത്തിൽ മാത്രമാണെങ്കിൽ തീർച്ചയായും നാം വഴുക്കിപ്പോകും. വെറും സത്യത്തിലാണെങ്കിൽ നാം വരണ്ടുപോകും. ഈ വരൾച്ചയ്ക്കും വഴുക്കലിനും അപ്പുറത്ത് ജീവിതം ഒരു വിസ്മയമായി തീരണമെങ്കിൽ തീർച്ചയായും സത്യത്തിനും സങ്കല്പത്തിൻ്റെയും ഒരു ലോകം നമുക്ക് ആവശ്യമുണ്ട്. അത്ഭുതകരമായും നമുക്ക് അനുഭവപ്പെടാവുന്ന ഒരു കാര്യം, സത്യത്തിൻ്റെ ലോകത്തിലേക്ക് സൂക്ഷ്മമായി നാം കടക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ സങ്കല്പത്തിൻ്റെ ലോകം സ്വയമേവ ഉയർന്നു വരും. ആ അർത്ഥത്തിൽ സത്യസങ്കല്പങ്ങൾ പരസ്പരം വിഭജിക്കാനാവാത്ത വിധം
ഒരാത്മബന്ധം പുലർത്തുന്നതായി കാണാൻ പറ്റും. ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ വേരിലേക്ക് നാം കടക്കുമ്പോൾ, അതാണല്ലോ ഏറ്റവും സൂക്ഷ്മം, മൗലികം, റാഡിക്കൽ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ നാം കടക്കുമ്പോൾ തീർച്ചയായിട്ടും നാം വിസ്മയപ്പെടും. മൗലികമാവുക എന്നതിന് വിസ്മയപ്പെടുക എന്നുകൂടി അർത്ഥമുണ്ട്. ഒരുപക്ഷെ നമ്മുടെ സത്യാന്വേഷണങ്ങളിൽ നിന്ന് വിസ്മയങ്ങൾ ചോർന്നു പോകാൻ ഒരു കാരണം അത് മൗലികമാകാത്തത് കൊണ്ടാവാം. ഈയുടെ നോവലിൽ തീർച്ചയായിട്ടും മൗലികത്വത്തിൻ്റെതായ ഒരു അന്തരീക്ഷമുണ്ട്. നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഭാഷ തന്നെ സത്യത്തിലൊരു പ്രശ്നമാണ്. ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഭാഷ വെല്ലുവിളിയാണ്. എനിക്ക് തോന്നുന്നത് ആ വെല്ലുവിളിയെക്കുറിച്ച് മലയാള കവിതയിൽ വളരെ സംഘർഷ നിർഭരമായ 2 വരി എഴുതിയത് അയ്യപ്പനാണ്. ഭാഷയ്ക്ക് തേയ്മാനം സംഭവിച്ചതുകൊണ്ട് എൻ്റെ ഒരു ചങ്ങാതി ആത്മഹത്യ ചെയ്തു എന്ന അയ്യപ്പൻ്റെ വരി വായിച്ച് നമുക്ക് നടുങ്ങാതിരിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് പലതരം ആത്മഹത്യകൾ പരിചയമുണ്ട്. പട്ടിണി കൊണ്ട്, സൗഹൃദ നഷ്ടം കൊണ്ട് ഒക്കെ സംഭവിക്കുന്ന ആത്മഹത്യകൾ. പക്ഷേ സ്വന്തം ഭാഷയ്ക്ക് തേയ്മാനം സംഭവിച്ചതുകൊണ്ട് ഒരു മനുഷ്യൻ മരിച്ചു പോവുക എന്നുള്ളത്, ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് നമ്മെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തും. പക്ഷെ അല്പം ആലോചിച്ചാൽ അതിനെ അക്ഷരാർത്ഥത്തിൽ എടുക്കാതിരുന്നാൽ, ആത്മഹത്യ എന്ന അക്ഷരാർത്ഥത്തിൽ അതിനെ പരിഗണിക്കാതിരുന്നാൽ അത് എഴുത്തിന് വലിയൊരു പ്രശ്നമാണ്. എഴുത്തിന് മാത്രമല്ല, മനുഷ്യബന്ധങ്ങളിലും പ്രശ്നമാണ്. തീർച്ചയായും നാം നമ്മുടെ ജീവിതത്തെ നവീകരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഭാഷയെയും നവീകരിക്കുന്നുണ്ട്. പക്ഷെ വലിയൊരു പരിമിതിയുണ്ട്. കാരണം നമ്മൾ മലയാളത്തിൽ സാധാരണ പറയുന്ന വാക്കുകൾ തന്നെയാണ് തിരിച്ചും മറിച്ചും പല വിധത്തിൽ നമുക്ക് പറയാനുള്ളത്. അങ്ങനെ വരുമ്പോൾ ഈ കുറച്ച് വാക്കുകൾ നിത്യജീവിതത്തിൽ നാം നിർബന്ധപൂർവ്വം ഉപയോഗിക്കേണ്ടി വരുന്ന ഇതേ വാക്കുകൾ തന്നെയാണ് ഈ നിത്യജീവിതത്തിന് മുകളിൽ നാം നിർമ്മിക്കുന്ന മറ്റൊരു സമാന്തര ലോകത്തെ സൂചിപ്പിക്കാനും നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ എന്തു ചെയ്യും? അപ്പോൾ സ്വാഭാവികമായി നാം ചെയ്യുന്നത് ഈ പദങ്ങളുടെ ചേരുവകളിൽ പുതുമകൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. പദചേരുവകളിൽ പുതുമകൾ കൊണ്ടുവരുമ്പോൾ ഒരർത്ഥത്തിൽ എഴുത്തുകാരന്റെ ഒരു ലക്ഷ്യം ചിലപ്പോൾ പരാജയപ്പെടാം. അത് മറ്റൊന്നുമല്ല, എഴുതുന്നത് കൂടുതൽ മനുഷ്യരിലേക്ക് പ്രവേശിക്കാനാണ്, കൂടുതൽ ജീവിതങ്ങളിലേക്ക് കടക്കാനാണ്. എന്നാൽ പദചേരുവകളിൽ വിഭ്രമിപ്പിക്കുന്ന പുതുമകൾ സർഗപ്രതിഭ കൊണ്ടുവരുമ്പോൾ തീർച്ചയായും അവരുടെ ലക്ഷ്യം ഒരു പ്രതിസന്ധി നേരിടും. ഇങ്ങനെ നിരവധി പ്രതിസന്ധികൾ ഒരേ സമയം നേരിട്ടുകൊണ്ട് ഭാഷയെ ഒരു പ്രശ്നമായി, പ്രഹേളികയായി പരിഗണിക്കുകയും അതിനെ മെരുക്കിയെടുക്കുകയും ചെയ്യുന്ന വലിയൊരു പ്രവർത്തനം തീർച്ചയായിട്ടും എഴുത്തിലുണ്ട്. ഈയാവളവട്ടണത്തിന്റെ ആടുകളുടെ റിപ്പബ്ലിക് നാം വായിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സംഘർഷം നമ്മൾ അനുഭവിക്കും. അതായത് കാറ്റ് സംസാരിക്കുന്ന, മണ്ണ് സംസാരിക്കുന്ന, കടല് സംസാരിക്കുന്ന ഒക്കെ, പിക്കാസ് സ്വയം കുഴികുത്തുന്ന ഒക്കെ ഒരു അന്തരീക്ഷം ഒരുപക്ഷെ നേരത്തെ തന്നെ നമുക്ക് വേറൊരർത്ഥത്തിൽ പരിചിതമാണ്. വളരെ ഭ്രമാത്മകമായ ജീവിതത്തിന്റെ ഒരു ആവിഷ്കാരം എന്ന അർത്ഥത്തിൽ. പക്ഷെ അതിനേക്കാൾ ഞാൻ തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ച പോലെ ആഗോളവൽക്കരണാനന്തര കാലത്ത് ഉന്നയിക്കപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. ഒരു പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അധികാരം ഒരു അശ്ലീലമാണ് എന്നൊരു കാഴ്ചപ്പാട് തന്നെയാണ്. അധികാരം ഒരു അശ്ലീലമാണ്. എവിടേക്ക് അധികാരം കടന്നു വന്നാലും രണ്ടുപേർ തമ്മിൽ സംസാരിക്കുമ്പോൾ അവരറിയാതെ അവർക്കിടയിലേക്ക് അധികാരം കടന്നു വന്നാൽ ആ ബന്ധം അതോടെ അവസാനിക്കും, സൗഹൃദങ്ങൾ അവസാനിക്കും. അതുകൊണ്ട് ആധിപത്യത്തിനും വിധേയത്വത്തിനും അപ്പുറം, കൽപ്പിക്കുന്നതിനും അനുസരിക്കുന്നതിനും അപ്പുറം ഒരു ലോകം ഉണ്ടായി തീരേണ്ടതുണ്ട്. അതാണ് സ്നേഹത്തിന്റെ ലോകം, അതാണ് സൗഹൃദത്തിന്റെ ലോകം. എവിടെ ആരെങ്കിലും കൽപ്പിക്കുന്നുവോ അവിടെ മനുഷ്യർ അത് കേൾക്കുന്നുണ്ടാവും, അനുസരിക്കുന്നുണ്ടാവും. അങ്ങനെ അനുസരിക്കപ്പെടുമ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ, അഭിരുചിയുടെ ഏതോ ഒരു അംശം ചോർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആടുകളുടെ റിപ്പബ്ലിക് സത്യത്തിൽ ആധിപത്യത്തിനും വിധേയത്വത്തിനും അപ്പുറം, കൽപ്പിക്കലിനും അനുസരിക്കലിനും അപ്പുറം സൗഹൃദത്തിന്റെ, സ്നേഹത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ ഒരു ലോകമാണ് തീർച്ചയായിട്ടും സ്വപ്നം കാണുന്നത്. എന്നാൽ ആഗോളവൽക്കരണം എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളെയും ഇന്ന് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാം. അത് മണ്ണിന്റെ സ്വാതന്ത്ര്യത്തെ വെല്ലുവിളിക്കുന്നുണ്ട്, അത് മനസ്സിന്റെ സ്വാതന്ത്ര്യത്തെ വെല്ലുവിളിക്കുന്നുണ്ട്, ശരീരത്തിന്റെ സ്വാതന്ത്ര്യത്തെ വെല്ലുവിളിക്കുന്നുണ്ട്. എല്ലാതരം സ്വാതന്ത്ര്യങ്ങളെയും അത് വെല്ലുവിളിക്കുന്നത് വൈവിധ്യങ്ങളിലേക്കുള്ള വികാസത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ്. നമുക്കറിയാം, ഏതു മനുഷ്യൻ ഈ ഭൂമിയിലെടുത്താലും, ഏത് തരത്തിലുള്ള പ്രകൃതി എടുത്താലും അതിന്റെ നിലനിൽപ്പ് തന്നെ വൈവിധ്യങ്ങളിലാണ്.
വൈവിധ്യം എന്നത് അസ്തിത്വത്തിന്റെ പ്രാഥമിക രൂപമാണ്. അസ്തിത്വത്തിന്റെ പ്രാഥമിക രൂപമായ വൈവിധ്യത്തെ, ആ വൈവിധ്യത്തിന്റെ ചിറകുകളെ മുഴുവൻ വെട്ടി ഭീകരമായ ഒരു ഏകത്വത്തിലേക്ക് ലോകത്തെ ചുരുക്കുകയാണ് ആഗോളവൽക്കരണം ചെയ്യുന്നത്. അഭിരുചികളുടെ നിറപ്പുകിട്ടുള്ള ഒരു ലോകം നമുക്ക് നഷ്ടപ്പെടുകയാണ്. നാം ഫോട്ടോസ്റ്റാറ്റുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പകർപ്പിന്റെ പകർപ്പായി നാം പരിമിതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പകർപ്പിന്റെ പകർപ്പായി പരിമിതപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവിതത്തിനെതിരെയുള്ള ഒരു സർഗപ്രക്ഷോഭം തീർച്ചയായിട്ടും ഈ നോവലിൽ നമുക്ക് വായിക്കാൻ പറ്റും. ഞാൻ ഈ നോവൽ എന്നുള്ളത് ഇപ്പോൾ പ്രകാശിതമാകുന്ന നോവൽ എന്ന അർത്ഥത്തിൽ മാത്രമല്ല, നമ്മുടെ പതിവുകൾ, നേരത്തെ രാജേഷ് ചൂണ്ടിക്കാണിച്ച പോലെ പതിവുകളെ പൊള്ളിക്കുന്ന ഒരാഖ്യാന രീതി തീർച്ചയായിട്ടും ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും. അത് പതിവുകളെ പൊള്ളിക്കുന്ന എന്ന് ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞ ആഗോളവൽക്കരണത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ വളരെ ഭീകരമായ ഒരു ഏകത്വം കടന്നു വരുന്നുണ്ട്. സത്യത്തിൽ മനുഷ്യരാശി സ്വപ്നം കണ്ടൊരു ഏകത്വമുണ്ട്. അത് വൈവിധ്യങ്ങളുടെ ഒരു സമന്വയമാണ്. എന്നാൽ വൈവിധ്യരഹിതമായ, കൃത്രിമമായ, അടിച്ചേൽപ്പിക്കപ്പെട്ടുണ്ടാക്കിയെടുക്കുന്ന ഒരു ഏകത്വം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന്റെ നിഷേധമാണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള, സ്വാതന്ത്ര്യത്തിന്റെ ഒരു സ്വപ്നലോകം നിർമ്മിച്ചെടുക്കാനുള്ള ഒരു ശ്രമം ഒരു പക്ഷേ ഈ നോവലിലുണ്ട്. ഈ നോവലിലൂടെ കടന്നു പോകുമ്പോൾ സത്യത്തിൽ വളരെ നടുക്കമുണ്ടാക്കുന്ന കാര്യങ്ങളുണ്ട്. എന്തിനും ഏതിനും വില പറയുന്ന, വാങ്ങുക, വിൽക്കുക, ഉപയോഗിക്കുക, ഉപേക്ഷിക്കുക എന്ന ഒരു കാഴ്ചപ്പാട് വിപണി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മൂല്യങ്ങളെയും വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അതിനെതിരെയുള്ള രൂക്ഷമായ പരിഹാസവും, അത്യന്ത രൂക്ഷമായ പരിഹാസങ്ങൾ, പലതരം നികുതികളെ കുറിച്ചൊക്കെയുള്ള നിരീക്ഷണങ്ങൾ, എങ്ങനെയാണ് ഒരു രാഷ്ട്രത്തിന്റെ സംസ്കാരവും അതിന്റെ ചെറുത്തുനിൽപ്പുകളും എല്ലാം ചോർന്നു തീരുന്നത് എന്നതിനെക്കുറിച്ചുള്ള സൂക്ഷ്മമായ നിരീക്ഷണങ്ങൾ ആ അർത്ഥത്തിൽ തീർച്ചയായും ഇവിടെ പ്രകാശിപ്പിക്കപ്പെട്ട ഇയ്യാവളപട്ടണത്തിലെ ആടുകളുടെ റിപ്പബ്ലിക് എന്ന നോവൽ ഏറ്റവും സൂക്ഷ്മമായ വായന അർഹിക്കുന്നു എന്ന് മാത്രം ആ നോവലിനെ കുറിച്ച് ആമുഖമായി പറഞ്ഞുകൊണ്ട്, ഈ നോവൽ ഉൾപ്പെടെ ഇന്ന് നമ്മുടെ സാഹിത്യം തന്നെ സത്യത്തിൽ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ചുകൂടി ഒന്ന് രണ്ട് നിരീക്ഷണങ്ങൾ നടത്തി അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നേരത്തെ രാജേഷ് പറഞ്ഞ പോലെ സാഹിത്യത്തിന് അങ്ങനെ ഇളകാത്ത മാനദണ്ഡങ്ങളൊന്നും ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. സാഹിത്യത്തിന് മാത്രമല്ല, സാഹിത്യമാണെങ്കിലും കലയാണെങ്കിലും അങ്ങനെ ഉരുക്കുപോലെ ഉറച്ച, എത്ര ഇളക്കിയാലും ഇളകാത്ത ഒരു മാനദണ്ഡവും ഇല്ല. കാരണം നമ്മുടെയൊക്കെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കാഴ്ചയിൽ കള എന്നും വിള എന്നും വിഭജിക്കാൻ പറ്റും. പക്ഷെ ആ വിവരം ചെറിയൊരു പരിമിതിക്കുള്ളിൽ മാത്രമായിരിക്കും. കള എന്നും വിള എന്നും നമ്മൾ വിഭജിക്കുന്നത് ഒരുപക്ഷെ ദീർഘകാലം നമ്മൾ ചരിത്രത്തിൽ ഇടപെട്ട്, മണ്ണിൽ ഇടപെട്ട്, കൃഷിയിൽ ഇടപെട്ട് നാം നമ്മുടെ താല്പര്യത്തിനനുസരിച്ച വിധം രൂപപ്പെടുത്തിയ ഒരു സസ്യലോകത്തെ സംബോധന ചെയ്യാൻ സൗകര്യത്തിന് നാം ഉണ്ടാക്കുന്ന ഒരു പരികൽപ്പന മാത്രമാണ് കള, വിള എന്നുള്ളത്. നമ്മുടെ കാഴ്ചപ്പാടിൽ നമുക്കുപയോഗപ്രദമായതൊക്കെ വിളയും, നമുക്കുപയോഗപ്രദമല്ലാത്തതൊക്കെ കളയുമാണ്. എന്നാൽ മറ്റേതെങ്കിലും ഒരു തലത്തിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു ജീവികൾ അവരുടേതായ ഒരു കാഴ്ചപ്പാട് വികസിപ്പിച്ചെടുത്താൽ ഒരുപക്ഷെ നമ്മൾ കളയായിട്ട് അവർ കരുതാൻ ഇടയുണ്ട്. തീർച്ചയായിട്ടും ഇത് സത്യത്തിന്റെ ഒരു ലോകത്ത് വെച്ച് ഇത്തരം ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തലക്കെന്തോ തകരാറുണ്ടോ എന്ന് തോന്നുന്നു. എന്നാൽ നമ്മൾ ജീവിക്കുന്നത് സത്യത്തിൻ്റെത് മാത്രമല്ലാത്തൊരു ലോകത്തു കൂടി ആയതിനാൽ, സങ്കല്പത്തിൻ്റെത് കൂടിയായ ഒരു ലോകത്തായതിനാൽ നമുക്ക് ഇങ്ങനെ ആലോചിക്കാം. അങ്ങനെ സാഹിത്യ വിമർശകർ ആലോചിച്ചിട്ടുണ്ട്. ടെറി ഈഗിൾട്ടന്റെ ഒരു നിരീക്ഷണമുണ്ട്, സാഹിത്യത്തെക്കുറിച്ചുള്ള ടെറി ഈഗിൾട്ടന്റെ ഒരു നിരീക്ഷണമുണ്ട്. ടെറി ഈഗിൾട്ടൻ പറയുന്നുണ്ട്, ഒരു നെൽപ്പാടത്തിൽ ഒരു കാപ്പിച്ചെടി കണ്ടാൽ നുരി കൊത്തുമ്പോൾ, കള കൊത്തുമ്പോൾ ആ കാപ്പിച്ചെടി കൊത്തിക്കളയും. ഇനി ഒരു കാപ്പിത്തോട്ടത്തിൽ കുറച്ച് നെൽച്ചെടി കണ്ടാൽ ആ കാപ്പിത്തോട്ടത്തിലെ കള കൊത്തുമ്പോൾ ആ നെൽച്ചെടി കൊത്തിക്കളയും. അതായത് നെൽപ്പാടത്തിൽ കാപ്പിച്ചെടി കളയാണ്, യാതൊരു സംശയവുമില്ല, അവിടെ അതിനെ വെച്ച് പൊറുപ്പിക്കാൻ പറ്റില്ല. അതുപോലെ കാപ്പിത്തോട്ടത്തിൽ നെൽച്ചെടി നിലനിർത്താൻ പറ്റില്ല, അതവിടെ കളയാണ്. അതുകൊണ്ട് കാപ്പിച്ചെടി കളയാണെന്നോ നെൽച്ചെടി കളയാണെന്നോ പറയാൻ പറ്റില്ല. ചില പ്രത്യേക സന്ദർഭത്തിൽ ചിലത് കളയാകും, ചിലത് വിളയാകും. സാഹിത്യവും അത്ര തന്നെ ഉള്ളൂ സത്യത്തിൽ. അതിനപ്പുറം അതിന് പദവികൾ കൊടുക്കുന്നത്, അതിനപ്പുറം അതിനെ പ്രകീർത്തിക്കുന്നത്
ചരിത്രപരമായി പ്രസക്തമാവുകയില്ല. അത് നമ്മുടെ കാൽപ്പനിക ഭാവുകത്വത്തെ തൃപ്തിപ്പെടുത്തും, നമ്മുടെ ചില നിലപാടുകളെ സംതൃപ്തമാക്കും. പക്ഷെ ചരിത്രത്തിൽ പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും, വളരെ കൊണ്ടാടപ്പെട്ട പല രചനകളും പിൽക്കാലത്ത് കല്ലെറിയപ്പെട്ടിട്ടുണ്ട്. വളരെ പ്രശംസിക്കപ്പെട്ട പല രചനകളും പിൽക്കാലത്ത് വിസ്മൃതമായിട്ടുണ്ട്. പഴയകാലം കുഴിച്ചുകൂടി എഴുന്നേറ്റ് വരാതിരിക്കാൻ കൂറ്റൻ കല്ലെടുത്തു വെച്ച ചില സാഹിത്യകൃതികൾ ആ കല്ലൊക്കെ തള്ളി മാറ്റി ആധുനിക ജീവിതത്തിന്റെ നടുത്തളങ്ങളിലേക്ക് ഇടിച്ചു വന്നിട്ടുണ്ട്. അതിനും ചരിത്രം സാക്ഷിയാണ്. അപ്പൊ നമ്മൾ ചോദിക്കേണ്ട, ഒരുപക്ഷെ ഈയയുടെ നോവലിൽ അങ്ങനെ ഒരു വാചകമുണ്ട്, ഏത് കഥയും ഏത് സംഭവവും സന്ദർഭകേന്ദ്രിതമായിട്ട് നാം കാണേണ്ടതുണ്ട് എന്ന് ഈ നോവലിൽ ഒരു നിരീക്ഷണമുണ്ട്. അതായത് എങ്ങനെ വായിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്നൊരു നിരീക്ഷണമുണ്ട്. വളരെ സങ്കീർണമാണ് സത്യത്തിൽ നമ്മുടെ വായന മാത്രമല്ല, എന്തും സങ്കീർണമാണ്. പ്രത്യക്ഷത്തിൽ സരളമായിരിക്കും, പക്ഷേ നമ്മൾ കൂടുതൽ കുഴിച്ചു പോകുമ്പോൾ അത് കുഴഞ്ഞു മറിയും. സാധാരണഗതിയിൽ നമ്മൾ അങ്ങനെ കുഴിച്ചു പോകാത്തത് കൊണ്ട് നമുക്കെല്ലാം സരളമാണെന്ന് തോന്നും. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമുക്ക് നമ്മളെ അറിയാം, നമുക്ക് വേറൊരാളെ അറിയാം എന്ന് പറയുമ്പോഴാണല്ലോ, നമുക്ക് വേറൊരാളെ അറിയില്ല എന്ന് പറയുമ്പോഴാണല്ലോ പ്രശ്നം. നമുക്ക് നമ്മളെ അറിയാം എന്നൊരാൾ പറയുമ്പോൾ, എനിക്ക് എന്നെ അറിയാം എന്ന് ഞാൻ പറയുമ്പോൾ അത് വളരെ ലളിതമാണ്. പക്ഷെ അല്പം ആലോചിച്ചാൽ അതിൽ വലിയ കുഴപ്പമുണ്ട്. എനിക്ക് എന്നെ അറിയുമെന്ന് ഞാൻ പറയുന്നത് ഏതറിവിന്റെ അടിസ്ഥാനത്തിലാണ്? മാനദണ്ഡമായി സ്വീകരിക്കുന്ന അറിവ് തന്നെ വീണ്ടും ഒരു അപഗ്രഹത്തിന് വിധേയമാക്കുമ്പോൾ അത് സങ്കീർണമായി തീരുകയില്ലേ? ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഞാൻ എന്നെ മനസ്സിലാക്കിയതുപോലെ ആകുമോ എല്ലാ സന്ദർഭത്തിലും ഞാൻ എനിക്ക് എന്നൊക്കെ നാം ചോദിക്കേണ്ടി വരും. അതായത് നാം നമ്മളെ അറിയുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ, നാം നമുക്ക് പരിചിതമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ശരിയാണ് നാം നമുക്ക് അപരിചിതരാണ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മുടെ അപരിചിതമായ അവസ്ഥയെ അഭിമുഖീകരിക്കാൻ നമ്മുടെ പരിചിതമായ അവസ്ഥ പ്രയോജനപ്പെടുമെങ്കിൽ നമ്മുടെ ജീവിതം കുറെ കൂടി സജീവമാകും എന്നതായിരിക്കും ശരി. അതിന് പകരം എനിക്ക് എന്നെ അറിയാം എന്ന് ഞാൻ കരുതുകയും ആ അറിവിൽ ഞാൻ തൃപ്തനാവുകയും എന്നെക്കുറിച്ചുള്ള സൂക്ഷ്മമായ അറിവാണ് ഞാൻ ഇപ്പോൾ പുലർത്തുന്ന അറിവ് എന്ന് ഞാൻ കരുതുകയും ചെയ്താൽ നമ്മൾ കുതിക്കുക അസാധ്യമായിരിക്കും. അതുകൊണ്ട് നാം നമുക്ക് പരിചിതരും അപരിചിതരുമാണ് എന്ന് പറയുന്നത് ഒരു സന്ദർഭത്തിൽ നമുക്ക് നമ്മളെ പരിചയമുണ്ട്. ഇനി വേറെയും ചില സന്ദർഭങ്ങൾ വരുമ്പോൾ ആ സന്ദർഭങ്ങളെ കുറിച്ച് ചില പ്രവചനങ്ങൾ നടത്താൻ കഴിഞ്ഞേക്കും, തീർപ്പുകൾ കൽപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പെരുമാറി എന്നതുകൊണ്ട് ഒരാൾ അപ്പോൾ അങ്ങനെ തന്നെ പെരുമാറണം എന്നില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. എറിക് ഫ്രോം ആണെന്ന് തോന്നുന്നുണ്ട്, പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ എറിക് ഫ്രോം ആണെന്ന് തോന്നുന്നുണ്ട്. ഒരാൾ ആദ്യം ഒരു കല്യാണം കഴിച്ചു, അയാൾ ആ സ്ത്രീയെ ഉപേക്ഷിച്ചു. രണ്ടാമത് കല്യാണം കഴിച്ചു, ആ സ്ത്രീയെയും ഉപേക്ഷിച്ചു. മൂന്നാമത് കല്യാണം കഴിച്ചു, ആ സ്ത്രീയെയും ഉപേക്ഷിച്ചു. അയാൾ നാലാമതൊരു കല്യാണം കഴിക്കാൻ പോവാണ്. കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന വീട്ടുകാർക്ക് അനിവാര്യമായും വലിയൊരു ആശങ്കയുണ്ടാകും, ഇവളെയും ഉപേക്ഷിക്കുമോ? ഇതിന് രണ്ട് വിധത്തിലാണ് ആളുകൾ ഉത്തരം പറയുക. 3 പേരെ ഉപേക്ഷിച്ച സ്ഥിതിക്ക് നാലാമത്തേതിനെ ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു ഉത്തരം. 3 പേരെ ഉപേക്ഷിച്ചത് കൊണ്ട് ഇനി നാലാമത്തേതിനെ ഉപേക്ഷിക്കാൻ ഇടയില്ല എന്നൊരു ഉത്തരം. ഈ 2 ഉത്തരവും വളരെ ഉപരിപ്ലവമാണ്. എന്തുകൊണ്ടെന്നാൽ 3 സമയങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ടതിന്റെ സന്ദർഭങ്ങൾ സൂക്ഷ്മമായി പഠിച്ചെങ്കിൽ മാത്രമേ നാലാമതും അതുപോലൊരു സന്ദർഭം തന്നെയാണ് എങ്കിൽ ഉപേക്ഷിക്കുമെന്നും നാലാമത്തേത് അതിൽ നിന്ന് വ്യത്യസ്തമായ സന്ദർഭമാണെങ്കിൽ ഉപേക്ഷിക്കുകയില്ല എന്നും നമുക്ക് പറയാൻ കഴിയുക. ഞാൻ പറഞ്ഞു വന്നതിന് ചുരുക്കം, സന്ദർഭം വളരെ പ്രധാനമാണ്. വായനയിൽ, എഴുത്തിൽ, അഭിപ്രായ പ്രകടനങ്ങളിൽ സന്ദർഭത്തിന് വളരെ പ്രാധാന്യമുണ്ട്. പക്ഷേ നാം കരുതുന്നത് പോലെ സന്ദർഭവും അത്ര സുദൃഢമല്ല. സത്യാർത്ഥ പ്രകാശിന്റെ ഒരു ഉദാഹരണം പുതിയ കവിതയെക്കുറിച്ചുള്ള ഒരു പഠനത്തിൽ ഉദ്ധരിച്ചത് ഞാനിവിടെ ആവർത്തിക്കാം. ദയാനന്ദ സരസ്വതിയുടെ ഏറ്റവും പ്രസിദ്ധമായ സത്യാർത്ഥ പ്രകാശ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഒരു കാര്യം വിവരിക്കുന്നുണ്ട്. ഒരു യജമാനൻ തന്റെ ഭൃത്യനോട് പറയുകയാണ്, ഭൃത്യത്വം സൈന്ധവമാനയ എന്നാണ്. സൈന്ധവം എന്ന വാക്കിന് ഭൃത്യനോട് യജമാനൻ പറയാണ്, സൈന്ധവം കൊണ്ടുപോ എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. സൈന്ധവം എന്ന വാക്കിന് 2 അർത്ഥമുണ്ട്. ഉപ്പ് എന്നും അർത്ഥമുണ്ട്, കുതിര എന്നും അർത്ഥമുണ്ട്. ഒരു വാക്കിന്റെ പ്രശ്നേ, ഒരു വാക്കിൽ തന്നെ നമ്മുടെ രുചിബോധത്തിന് ഉതകുന്ന ഉപ്പും അതേ വാക്കിൽ തന്നെ
നമ്മുടെ യാത്രയ്ക്ക് ഊർജം പകരുന്ന കുതിരയും. എന്തായാലും സൈന്ധവത്തിന് ഉപ്പ് എന്നും കുതിര എന്നും അർത്ഥമുണ്ട്. അപ്പൊ യജമാനൻ പറയാണ് ഉപ്പ് സൈന്ധവം കൊണ്ടുപോവാം. എന്നിട്ട് ദയാനന്ദ സരസ്വതി പറയാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്താണെങ്കിൽ ഭൃത്യൻ ഉപ്പ് കൊണ്ടുവരണം. എന്നാൽ ഭൃത്യന് നല്ല സന്ദർഭജ്ഞാനമുണ്ട് എന്ന് മനസ്സിലാക്കാം, ഭൃത്യന് ബുദ്ധിയുണ്ട് എന്ന് മനസ്സിലാക്കാം. യജമാനൻ യാത്രയുടെ നേരത്താണെങ്കിൽ ഭൃത്യൻ കുതിരയെ കൊണ്ടുവരണം. അപ്പം ഭൃത്യന് നല്ല ബുദ്ധിയുണ്ട് എന്ന് മനസ്സിലാക്കാം. എന്നാൽ ഒരു ഭൃത്യൻ ഭക്ഷണത്തിന്റെ സമയത്ത് കുതിരയെ കൊണ്ടുവരികയും യാത്രയുടെ സമയത്ത് ഉപ്പ് കൊണ്ടു ചെല്ലുകയും ചെയ്താലോ ഈ ഭൃത്യൻ മടയനാണ് എന്ന് പറയാം. എന്താ കാരണം? സന്ദർഭം. ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ കുതിരയെ കൊണ്ടു ചെന്നാൽ ആ ഭൃത്യനെ, പക്ഷേ ഇതത്ര കൃത്യമല്ല. ഇത് യജമാനന്റെ സന്ദർഭബോധത്തെ സംതൃപ്തിപ്പെടുത്തുന്നതാണ്. നേരെ മറിച്ച് ഈ ഭൃത്യൻ അസംതൃപ്തനാണെന്ന് വിചാരിക്കുക. ഈ യജമാനനോട്, ഈ യജമാനന്റെ സന്ദർഭങ്ങളോട് ആ ഭൃത്യന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇയാൾ സൈന്ധവം കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കുന്ന നേരത്ത് ഭൃത്യൻ കുതിരയെ കൊണ്ടുവന്നാൽ ഭൃത്യന് ബുദ്ധി ഇല്ല എന്നല്ല, കൂടുതൽ ബുദ്ധിയുണ്ട് എന്നാണ് അർത്ഥം. അതൊരു സമരമാണ്, അതൊരു പ്രതിഷേധമാണ്. നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ചിലരോട് ചിലത് കൊണ്ടുവരാൻ പറയും, അവരതിന്റെ നേരെ എതിരായത് കൊണ്ടുവരും. ഈ പറയുന്ന ആളുടെ വിചാരം കൊണ്ടുവരുന്ന ആൾക്ക് യാതൊരു സെൻസും ഇല്ല എന്നാണ്. പക്ഷെ അയാൾക്ക് ഏറ്റവും കൂടുതൽ സെൻസ് ഉണ്ട്. കാരണം അതൊരു പ്രതിഷേധ പ്രകടനമാണ്. രക്ഷിതാക്കൾ കുട്ടികളോട്, അധ്യാപകർ വിദ്യാർത്ഥികളോട് ചിലതൊക്കെ ചെയ്യാൻ പറയുമ്പോൾ അവരതിന്റെ നേരെ എതിര് ചെയ്യുന്നത് അവർക്കിത് മനസ്സിലാകാത്തതുകൊണ്ടല്ല, മറിച്ച് അതിന്റെ അപ്പുറം മനസ്സിലായതുകൊണ്ടാണ്. അതുകൊണ്ട് എഴുത്ത് വെറും മനസ്സിലാക്കൽ മാത്രമല്ല, അപ്പുറം